ഹായ്, എല്ലാവർക്കും നാട്ടുരുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സദ്യയിലൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ തേങ്ങ വറുത്തരച്ച ഒരു സാമ്പാറിൻ്റെതാണ്. സാമ്പാർ നമുക്ക് പല രീതിയിലും തയ്യാറാക്കിയെടുക്കാം. ഇത് മലബാർ സൈഡിലൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതിയിലാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോ കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് സാമ്പാറിനായുള്ള തേങ്ങ വറുത്തെടുക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 1.5 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 1 ടീസ്പൂൺ കുരുമുളക്, 2 വറ്റൽമുളക്, 7 അല്ലിയോളം വെളുത്തുള്ളി, 10 അല്ലിയോളം ചുവന്നുള്ളി, 2 ചെറിയ കഷ്ണം കായം. നിങ്ങളുടെ കയ്യിൽ കായം പൊടിയാണുള്ളതെങ്കിൽ തേങ്ങ വറുത്ത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താൽ മതിയാകും. പിന്നീട് 1 തണ്ട് കറിവേപ്പില, 1 നുള്ളു ഉലുവ, 1 നുള്ളു ജീരകം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്തെടുക്കുമ്പോൾ ഒരിക്കലും തീ കൂട്ടി വെച്ച് വറുക്കരുത്. പെട്ടെന്ന് തന്നെ അടിവശം കരിഞ്ഞ് നമ്മുടെ സാമ്പാറിന് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ബ്രൗൺ നിറമായി തുടങ്ങിയാൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ചൂടാകാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യമായ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെക്കാം. അടുത്തതായി നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള പരിപ്പും പച്ചക്കറികളും വേവിച്ചെടുക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് 1 കപ്പ് കുതിർത്ത് വെച്ച തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് 1 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച തുവരപ്പരിപ്പാണ്. നിങ്ങൾ കുതിർക്കാതെയാണ് തുവരപ്പരിപ്പ് ചേർക്കുന്നതെങ്കിൽ പരിപ്പ് നന്നായി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുതിർത്ത് വെച്ചത് കൊണ്ട് ഒരുമിച്ച് തന്നെയാണ് പച്ചക്കറികളും ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ സവാള, 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ്, 4 പച്ചമുളക്, പാതി വെള്ളരിക്ക നീളത്തിൽ അരിഞ്ഞത്, കഷ്ണങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, 2 മുരിങ്ങയ്ക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രഷർ പൂർണ്ണമായി മാറിയാൽ നമുക്ക് കുക്കർ തുറന്ന് അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി കുറച്ച് വെള്ളം ഒഴിച്ച് മുഴുവനായും ഇതിലേക്ക് പിഴിഞ്ഞു ചേർക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായി തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേവ് കുറഞ്ഞ വെജിറ്റബിൾസ് ആയ വഴുതനങ്ങ നീളത്തിൽ അരിഞ്ഞത്, തക്കാളി നീളത്തിൽ അരിഞ്ഞത്, 10 വെണ്ടയ്ക്ക എന്നിവ ചേർത്ത് യോജിപ്പിക്കാം. ഇത് 6-7 മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വരും. ഇങ്ങനെ കഷ്ണങ്ങൾ തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കിയ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് 6-7 മിനിറ്റ് നേരം തിളപ്പിക്കാം. അവസാനമായി ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് യോജിപ്പിക്കാം. ഈ മല്ലിയിലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ലൊരു മണമായിരിക്കും. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഇതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. 2-3 വറ്റൽ മുളകും, 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ മലബാർ സ്റ്റൈലിലുള്ള രുചികരമായ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഈ റെസിപ്പി ട്രൈ ചെയ്തില്ലെങ്കിൽ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ പറയണം. മാത്രമല്ല ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി സദ്യ റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.